KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU നടത്തുന്ന സമരപ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. സംഘടനാ ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറി R ഹരിദാസ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ട്രഷറർ PA ജോജോ മാനേജറുമായിട്ടുള്ള ജാഥയ്ക്കാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകിയത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU ഫെബ്രുവരി 4 സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ടാണ് സമരപ്രചരണ ജാഥ നടന്നുവരുന്നത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, LDR NPS കുടിശ്ശിക പൂർണ്ണമായി അടച്ചു തീർക്കുക, മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നിഷേധിക്കുന്നത് പിൻവലിക്കുക തുടങ്ങി 12ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടത്തുന്നത്. ജനുവരി 15 കാസർഗോഡ് നിന്നും CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് കട്ടപ്പനയിലെത്തിയത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തകർ മാലയിട്ട് ജാഥ അംഗങ്ങളെ സ്വീകരിച്ചു. തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ ക്യാപ്റ്റനും KSRT എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ഹണി ബാലചന്ദ്രൻ പറഞ്ഞു. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടുമാണ് ഈ വരുന്ന 1-ാം തീയതി ഫെബ്രുവരി മാസം 1-ാം തീയതി സെക്രട്ടേറിയറ്റ് പരിധിയിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചും കൂട്ടായ്മയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം ശമ്പളം കിട്ടുക എന്നുള്ളത്. ആ ശമ്പളം എല്ലാ മാസവും മുടങ്ങാതെ കൃത്യസമയത്ത് ലഭിക്കുക എന്നുള്ളതാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ജീവനക്കാരെ സംബന്ധിച്ച് 2 തവണകളായിട്ടാണ് ശമ്പളം കിട്ടുന്നത്. എംപ്ലോയീസ് അസോസിയേഷൻ ശക്തമായി സമരം സംഘടിപ്പിക്കുന്നു. സമരം എല്ലാ മാസവും ഉണ്ടായിരുന്നു. സമരം ഏറ്റെടുക്കുക മാത്രമല്ല, ഇതിനൊരു പരിഹാരം കൂടി നിർദ്ദേശിച്ച ഏക സംഘടനയാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ. ജാഥ വൈസ് ക്യാപ്റ്റൻ R ഹരിദാസ്, മാനേജർ PA ജോജോ, ജാഥ അംഗങ്ങളായ S സുജിത്, K സന്തോഷ്, SR നിരീഷ്, P റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു.